നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്നായ പ്രവാസികളുടെ വരുമാനം, പ്രവാസികൾ നൽകുന്ന ആ ഒരു വിദേശ പണം, അതിൽ വലിയ ഒഴുക്ക് സംഭവിക്കാൻ പോകുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷി അത് വലിയ രീതിയിൽ താഴ്ചയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നമുക്കറിയാം, പശ്ചിമേഷ്യൻ യുദ്ധം അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അത് നമ്മളെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. പശ്ചിമേഷ്യൻ യുദ്ധം സാഹചര്യത്തിലാണ് തുടക്കത്തിൽ തന്നെ ഗ്യാസ് പോലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ലഭിക്കാതിരിക്കുകയും സ്വാഭാവികമായിട്ട് അത് നമ്മുടെ വീടുകൾക്കുള്ളിൽ യുദ്ധം ഒരു എഫക്റ്റായിട്ട് മാറുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗ്യാസ് എന്ന് പറയുന്നത് ചെറിയ രീതിയിലെങ്കിലും കിട്ടിത്തുടങ്ങിയെങ്കിൽ പോലും മറ്റ് ചില പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ എഫക്റ്റായിട്ട് സംഭവിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. പശ്ചിമേഷ്യയിലെ സൈനിക സംഘർഷങ്ങൾ ഇന്ത്യയിലെ ഏകദേശം 25 ലക്ഷം ആളുകളെ ദരിദ്രത്തിലേക്ക് ആക്കിവിടും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം പുറത്തേക്ക് വരുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുള്ള സ്പെഷ്യൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം വ്യക്തമാവുന്നത്. സംഘർഷം മൂലം ഇന്ധനവില, ചരക്ക് കൂലി, മറ്റു ഉൽപാദന ചെലവുകൾ എന്നിവ വർദ്ധിക്കുന്നത് സാധാരണക്കാരുടെ വാങ്ങൽ ശേഷിയെ ഇല്ലാതാക്കുകയും രാജ്യത്തിന്റെ പുരോഗതിയെ പിന്നോട്ടടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് റിപ്പോർട്ട്. ആഗോളതലത്തിൽ 88 ലക്ഷം പേർ ദാരിദ്ര്യ ഭീഷണി നേരിടുന്നുണ്ട് എന്ന് അങ്ങനെ നേരിടുമ്പോൾ അതിൽ വലിയൊരു ഭാഗ്യം ദക്ഷിണേഷ്യയിലെ സാഹചര്യമായിരിക്കും എന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ത്യയിലെ ദരിദ്ര നിരക്ക് ഏകദേശം 23.9%. അതിൽ നിന്ന് 24.2% ഉയർന്നേക്കാം എന്നുള്ള പ്രാഥമിക വിലയിരുത്തൽ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഊർജ ആവശ്യങ്ങൾക്കായി ഇന്ത്യ പശ്ചിമേഷ്യയെ വലിയ തോതിൽ ആശ്രയിക്കുന്നു എന്നത് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വളത്തിന്റെ 45% പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ് സഹായിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന 90 ലക്ഷത്തിലധികം ഇന്ത്യക്കാരുടെ വരുമാനത്തിലുണ്ടാകുന്ന കുറവും ഇതുമൂലം രാജ്യത്തേക്ക് വിദേശ പണത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടും എന്നതും ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കാൻ കാരണമായി മാറിയേക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ആരോഗ്യമേഖലയിലും വലിയ വെല്ലുവിളികളാണ് ഈ ഒരു യുദ്ധം മൂലം ഉണ്ടാകാൻ പോകുന്നതെന്നാണ്, നേരിയ തോതിലെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. മെഡിക്കൽ ഉപകരണങ്ങളുടെ അസംസ്കൃത വസ്തുക്കൾക്ക് 50% വില വർധന ഉണ്ടായേക്കാം എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. മരുന്നുകളുടെ മൊത്തവില 15% വരെ വർദ്ധിച്ചേക്കും. ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയ മേഖലകളിലെ ചെറുകിട വ്യവസായങ്ങളെയും പ്രതിസന്ധി സാരമായി ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ശക്തിപ്പെടുത്തണമെന്നും ഊർജ്ജ ഭക്ഷ്യ വിതരണ ശൃംഖലകളെ വൈവിധ്യവൽക്കരിക്കണം കൊണ്ടുവരണമെന്നുമാണ് UN അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ കന്നി വിഘ്നരാജ ഇപ്പോൾ നിർദ്ദേശമായിട്ട് നൽകുന്നത്. അതേസമയം യുദ്ധത്തിന്റെ സാഹചര്യം എടുത്തു നോക്കുമ്പോൾ ഒരു വശത്ത് യുദ്ധം തുടരുകയാണ്, പക്ഷേ നിർത്താനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന തരത്തിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാനുമായുള്ള 2ാം ഘട്ട ചർച്ചകൾ വീണ്ടും പാകിസ്ഥാനിൽ നടക്കും എന്നുള്ള സൂചനയാണ് ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ 2ാം ഘട്ട ചർച്ച നടക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകി കഴിഞ്ഞു. ഇതിനിടെ ഇറാനുമായുള്ള യുദ്ധം ഉടൻ അവസാനിപ്പിച്ചേക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോക്സ് ന്യൂസിനോട് പറയുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. അത് അവസാനിച്ചു എന്ന് എനിക്ക് തോന്നുന്നു, തീരുന്നതിന് വളരെ അടുത്താണ് എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് എന്നായിരുന്നു ഫോക്സ് ന്യൂസ് പങ്കുവച്ച അഭിമുഖത്തിലെ ഒരു ഭാഗം. ചർച്ചകൾക്ക് വീണ്ടും ആതിഥേയത്വം വഹിക്കാൻ പാകിസ്ഥാൻ സന്നദ്ധ അറിയിച്ചതായിട്ടാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ ഇക്കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ച ധാരണയിലെത്താതെ പിരിഞ്ഞത് ശ്രദ്ധേയമാണ്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിൽ ഇരുവിഭാഗവും പരസ്പരം കുറ്റപ്പെടുത്തി രംഗത്തേക്ക് വരുന്നുമുണ്ട്. രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ലാതെ അമേരിക്കൻ സംഘം ചർച്ചയിൽ പങ്കെടുക്കുന്നതെങ്ങനെയായിരുന്നു എന്നതായിരുന്നു ഇറാന്റെ കുറ്റപ്പെടുത്തൽ. യുക്തിസഹമല്ലാത്ത ആവശ്യങ്ങൾ അമേരിക്ക മുന്നോട്ട് വെച്ചുവെന്നും ഇറാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഹോർമൂസ് കടലിടുക്ക് വഴി ഇറാന്റെ തുറമുഖങ്ങളിലേക്കും തിരിച്ചും പോകുന്ന കപ്പലുകൾ തടയുമെന്ന് സമാധാന ചർച്ചകൾ അലസിപ്പിരിഞ്ഞതിന് പിന്നാലെ അമേരിക്ക പ്രഖ്യാപിക്കുകയും ഉണ്ടായി. ഇതിന്റെ ഭാഗമായി 15 യുദ്ധക്കപ്പലുകൾ ഇറാൻ പശ്ചിമേഷ്യൻ മേഖലകളിൽ വിന്യസിച്ചിരുന്നു.
ഉപരോധത്തിന്റെ ആദ്യ ദിവസം ഇറാന്റെ തുറമുഖങ്ങളിലേക്കും തിരിച്ചും പോകുന്ന കപ്പലുകൾ തടഞ്ഞതായാണ് അമേരിക്കൻ സൈന്യം അവകാശപ്പെടുന്നത്. ഇതിനിടെ ലെബനനും ഇസ്രയേലും തമ്മിലുള്ള സമാധാന ചർച്ചകൾ വാഷിംഗ്ടണിൽ കഴിഞ്ഞ ദിവസം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു. ചരിത്രപരമായിട്ടുള്ള നേട്ടം എന്നായിരുന്നു ഈ കൂടിക്കാഴ്ചയെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിശേഷിപ്പിച്ചത്. 3 ദശകത്തിനിടെ ആദ്യമായാണ് ഈ നിലയിൽ നേരിട്ട് ഇസ്രയേലും ലെബനനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ നടക്കുന്നത്. അംബാസിഡർമാർ തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് നടന്നത് എങ്കിലും ഉയർന്ന തരത്തിലുള്ള അടുത്ത ഘട്ട ചർച്ച നടക്കാനുള്ള സാഹചര്യം ഈ കൂടിക്കാഴ്ച സൃഷ്ടിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ചർച്ച ശുഭകരമായിരുന്നു എന്ന നിലപാടിലാണ് ഇസ്രയേലും അമേരിക്കയും. ചർച്ചകൾ ക്രിയാത്മകമായിരുന്നു എന്നാണ് ലെബനന്റെ UN അംബാസിഡർ നാദ ഹമാദെ മൊദ്വാദ് സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചത്. അടുത്ത കൂടിക്കാഴ്ചയ്ക്കുള്ള സമയവും വേദിയും പിന്നീട് തീരുമാനിക്കുമെന്നും ചർച്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് ചർച്ചയ്ക്ക് അധ്യക്ഷത വഹിച്ചത്. ഇസ്രയേലുമായിട്ടുള്ള ചർച്ചകളിൽ നിന്ന് ലബനൻ ഭരണകൂടം പിന്മാറണമെന്ന് നേരത്തെ ഹിസ്ബുള്ള ആവശ്യപ്പെട്ടിരുന്നു. ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലും ലബനനിൽ ഇസ്രയേൽ വീണ്ടും കനത്ത ആക്രമണം തുടരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. you